യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നേർന്ന ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് നന്ദി നേർന്ന ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. നാൾ തോറും നമ്മുടെ ഭാരങ്ങൾ ചുമന്ന് നമ്മളെ വഴി നടത്തുന്ന ദൈവം ഹല്ലേലൂയ പ്രശ്നങ്ങളുടെയും പ്രതികൂലയുടെ മധ്യത്തെ സഹായനായി കൂടെ ഇരുന്ന് നമ്മെ ഏത് സമയത്തും നമ്മെ ബലപ്പെടുത്തി നടത്തുന്ന സർവശക്തനായ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏകനായിരുന്ന മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ പൽക്കാലവും സ്തോത്ര കർത്താവിന്റെ കരത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയെത്തിരും. നമ്മൾ ആരാധിക്കുന്ന, നാം സേവിക്കുന്ന, നമ്മെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനത്രേ. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസ്തനായിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പൽക്കാലം ഹല്ലേലൂയ ദൈവവചന ചിന്തയിലേക്കും കടന്നു വരാം. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതയാത്രയെ താങ്ങായി കൂടെയിരിക്കുന്ന ദൈവത്തിന്റെ കരം. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. അത് ഈ പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിലെല്ലാം ദൈവത്തിന്റെ കരം കൂടെയിരിക്കും. നമ്മുടെ താഴ്ചയിലും നമ്മുടെ വീഴ്ചയിലും നമ്മുടെ ഉയർച്ചയിലും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളിലൊക്കെയും ഹല്ലേലൂയ നാം അറിയാതെ നമ്മെ താങ്ങുന്ന ഒരു കരം ഉണ്ട്. സ്തോത്രം. ആ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നാം വീണു പോകാതെ, തളർന്നു പോകാതെ ഇന്നും ആയുസ്സോടും ആരോഗ്യത്തോടും ജീവനുടെ മധ്യത്തിൽ ആയിരിക്കുന്നത്. സ്തോത്രം. നന്ദിയോടെ കർത്താവിന്റെ പാദപിടത്തിൽ ഈ പകൽക്കാലം നമുക്കായിരിക്കാം. സ്തോത്രം. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്ത അവൻ വിശ്വസ്തനല്ലോ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നാം വാക്കുമാറിയാലും നാം അവിശ്വസ്തനായിരുന്നാലും വിശ്വസ്തനായി കൂടെ ഇരിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഏത് സമയം നമ്മെ ബലപ്പെടുത്തുവാൻ, ഏത് സമയം നമ്മെ ധൈര്യപ്പെടുത്തുവാനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ചില വിടുതലുകളെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതയാത്രയിൽ സ്വർഗത്തിലെ ദൈവം കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ 23 വർഷം ഈ ലോകത്തിൽ ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. സ്തോത്രം. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തിന്റെ കരം കൂടെ ഇരുന്നു. 23 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എത്ര തന്നെ ദൈവത്തെ സ്തുതിച്ചാലും മതി വരികയില്ല. സ്തോത്രം. ഹല്ലേലൂയ. വലിയൊരു സാക്ഷ്യം ജീവിതത്തിനകത്ത് പറയുവാനായിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ മാത്രം ദൈവനാമ മഹത്വത്തിനായിട്ട് കേൾക്കുന്നവരുടെ വിശ്വാസത്തിന്റെ വർധനവിനുമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ഈ നിമിഷം വരെയും ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ദൈവം ഞങ്ങളെ നിർത്തിയതുകൊണ്ട് മാത്രമാണ്. ജീവിതത്തിന്റെ മേടുകളിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഓരോന്നായി കടന്നു വന്നപ്പോഴും അവിടെയൊക്കെയും ഞങ്ങളെ താങ്ങിയ ദൈവത്തിന്റെ കരമുണ്ട്. സ്തോത്രം. കഷ്ടതയുടെയും പ്രയാസത്തിന്റെ മധ്യത്തിൽ ഏകനെന്ന് തോന്നിയ സാഹചര്യങ്ങളും അവിടെയും ഞങ്ങളെ താങ്ങിയ ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇന്നും ആയുസ്സോടും ആരോഗ്യത്തോടും നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും അവസരം തന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, 2002 ഏപ്രിൽ മാസം 29-ാം തീയതി ഞങ്ങളുടെ വിവാഹം കഴിയുവാനായിട്ട് ഇടയായി തീർന്നു. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സ്തോത്രം സന്തോഷത്തോടെ ആയിരിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. എന്നാൽ ദൈവം എല്ലാം മുന്നമേ പദ്ധതി ഒരുക്കിയതുപോലെ ഞങ്ങളുടെ കുടുംബജീവിതത്തിനകത്തും ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ CSI ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ച് വളർത്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ എന്റെ വിവാഹത്തിന് മുമ്പ്, ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ്
മുമ്പായി തന്നെ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാണെന്ന് അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവം തമ്മിൽ കൂട്ടിച്ചേർക്കേണ്ടതിന് വേണ്ടി ദൈവം ചിലതിനെ മറച്ചു വയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നത് പോലെ ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന്റെ വലിയ പദ്ധതി ആയിരുന്നത് കൊണ്ട് ദൈവം ഞങ്ങളെ ഒരുമിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അങ്ങനെ ജീവിതം മുന്നോട്ട് കടന്നു വന്നു. ചെയ്യാൻ അവധി കഴിഞ്ഞു വീണ്ടും മസ്കറ്റിലേക്ക് കടന്നു വന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്കും ഈ മസ്കറ്റിന്റെ പ്രദേശത്തേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. 2002 ഡിസംബർ മാസം എനിക്ക് ഈ ദേശത്ത് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. മരുഭൂമി കൊണ്ടുപോയി കൃത്യമായി സംസാരിക്കുമെന്ന് അരുളി ചെയ്തതുപോലെ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുചെന്ന് അവൾ കൃത്യമായി സംസാരിക്കും. പ്രിയ മക്കളെ, ഇവിടെ വന്ന് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു ദൈവശബ്ദം കേട്ടു, ഞങ്ങൾക്കൊരു തലമുറയെ ദൈവം തരുമെന്ന്. എന്നാൽ ആ തലമുറയ്ക്ക് വേണ്ടി തലമുറ ഞങ്ങളുടെ കരത്തിൽ ലഭിക്കേണ്ടതിനായിട്ട് നാളുകൾ ഞങ്ങൾ ദൈവസ്ഥനെ കാത്തിരിക്കേണ്ടി വന്നു. ഒത്തിരി വേദനകളും പ്രയാസങ്ങളൊക്കെ കടന്നു വന്നു. പക്ഷെ ആ 4.5 വർഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഞങ്ങളെക്കുറിച്ച് എന്താണ് ആഗ്രഹിച്ച അതിലേക്ക് ദൈവം ഞങ്ങളെ പണിതെടുക്കുന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിനകത്ത് എന്ന് പറയുന്നത്. സ്തോത്രം. ഞങ്ങൾക്ക് ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ടായി എങ്കിലും അതിനകത്തൊക്കെയും സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നു. പല ഡോക്ടർമാരുടെ അടുക്കിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അവരൊക്കെയും ഞങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നോക്കിയിട്ട് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല, എന്താ ലഭിക്കാത്തതെന്ന് അറിയത്തില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം തരുന്നുവെങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കുവാനായിട്ട് കഴിയും എന്ന് പറഞ്ഞ് ഡോക്ടർമാരൊക്കെയും ഞങ്ങളടുത്ത് ഇങ്ങനെ ഒരു അനുഭവത്തിൽ പറഞ്ഞു. അവർക്ക് അസാധ്യമാണെന്ന് പറഞ്ഞ് വിധി എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അങ്ങനെ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യത്തിൽ 2006 ഇവിടെ ഞങ്ങൾക്ക് ഒരു കൺവെൻഷൻ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. PG വർഗീസ് സംഘം ഇവിടെ മെസ്സേജ് പറയുവാനായിട്ട് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനും ഇജാനുമായിട്ട് ഞങ്ങൾ ചർച്ചിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് വേറൊരു അങ്കിൾ പറഞ്ഞു, ഇവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ തലമുറ ആയിട്ടില്ല, 4 വർഷമായി എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പെട്ടെന്ന് PG വർഗീസ് സംഘം ഞങ്ങളോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു, നിങ്ങൾക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന തലമുറയ്ക്ക് നിങ്ങൾ എന്ത് പേരിടുവാനായിട്ട് ആഗ്രഹിക്കുന്നോ ആ പേരിട്ട് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് ഞങ്ങളടുത്ത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ അങ്കിൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് അങ്കിൾ കൺവെൻഷൻ മീറ്റിംഗിലേക്ക് കയറുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, അന്ന് രാത്രി മുതൽ ഞങ്ങൾ ഇരുവരും ചേർന്ന് ഞങ്ങൾക്ക് ജോസഫ് എന്ന പൈതലിനെ ദൈവം തരുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. 3 മാസം കഴിഞ്ഞപ്പോ ഞങ്ങൾ എന്ത് പേരിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ തലമുറയെ അടിയന്റെ ഉദരത്തിനകത്ത് ദൈവം ഉരുവാക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഈ ഒരു ടൈമിൽ തന്നെ ഉപവാസത്തോടും കരച്ചിലോടൊക്കെ കർത്താവിനോട് അടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ദൈവത്തിന് ഉപവാസത്തോടെ ദൈവസനിൽ ഇരിക്കുമ്പോ ആരോ എന്നെ പോസ്റ്റ് ചെയ്ത് പറയുന്നത് പോലെ ആ ഒരു ഉപവാസത്തിന്റെ ടൈമിൽ 3-ാം ദിവസം ഞാൻ എന്റെ കർത്താവിനോട് ഇപ്രകാരം പറയുവാനായിട്ട് ഇടയത്തീർന്നു, ദൈവം എന്റെ ജീവിതത്തിനകത്ത് ഈ മാസം ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അതിൽ പ്രകാരം ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടാം എന്ന് ദൈവത്തിന് തീരുമാനം എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നാം ദൈവം തന്ന തലമുറയ്ക്കായി സ്തോത്രം ചെയ്യുകയും ദൈവത്തിന്റെ സന്നി ഞാൻ സമർപ്പണത്തോടെ ഉടമ്പടിയോടെ കർത്താവിനോട് അടുക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇരിപ്പാൻ കഴിഞ്ഞില്ല. ദൈവം അവിടെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. സ്തോത്രം. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തെ ചില വിഷയങ്ങൾ വൈകിപ്പിക്കുന്നത്, ചിലതിനെ അടച്ചു കളയുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ ഒരു പദ്ധതിയിലേക്ക് ഞാനും നിങ്ങൾ എത്തുന്നതിന് വേണ്ടി എത്ര സ്തോത്ര. അതുകൊണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നിനക്ക് സകലതും കഴിയുമെന്ന്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് അരുളി ചെയ്യുവാനായിട്ട് നമ്മെ കുറിച്ച്, നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് ദൈവത്തിന് വളരെയധികം ഉദ്ദേശങ്ങളുണ്ട്, ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്. സ്തോത്രം. ആ ഒരു പദ്ധതിയിലേക്ക് ഞാനും നിങ്ങൾ എത്തിച്ചേ
എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീരുമ്പോ പിന്നെ ദൈവം അവിടെ നാം ആ വിഷയത്തിനകത്ത് മുഖം പാടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നാം നിരാശപ്പെടുവാനായിട്ട് ഇടയാകില്ല. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവ പൈതൽ ലജ്ജിപ്പാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ആ പൈതന് വേണ്ടി സ്തോത്രം ചെയ്യുവാനായിട്ട് ഇടയെ തീർന്നു. ദൈവസന്നിധിയിൽ ഞാൻ തീരുമാനം എടുക്കുവാനായിട്ട് ഇടയെ തീർന്നു. പ്രിയ ദൈവ പൈതലെ സ്തോത്രം. ഹല്ലേലൂയ. ആ 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സ്തോത്രം, ഞാൻ ഉടമ്പടി എടുത്ത ആ മാസം തന്നെ സ്തോത്രം, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട് ഇടയെ തീർന്നു. ഞാൻ കൺസീവാണെന്ന് അറിയുവാനായിട്ട് ഇടയെ തീർന്നു. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, ഒത്തിരി പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെയും വരുമെന്ന് പറഞ്ഞുവെങ്കില ദൈവം തന്നത് കൊണ്ട് അതിനൊരു കേടും വരാതെ ദൈവം കാക്കുവാനായിട്ട് ഇടയായി തീർന്നു. 2007 ജൂൺ 22 ജോസഫ് എന്ന പൈതനെ എന്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തുവോ ആ ജോസഫ് എന്ന പൈതനെ തന്നെ ആരോഗ്യത്തോടും ബലത്തോടും ഐശ്വര്യത്തോടും ഞങ്ങൾക്ക് ദൈവം ഞങ്ങളുടെ കരത്തിൽ തരുവാനായിട്ട് ഇടയായി തീർന്നു. നാം സ്തോത്രം ദൈവിക വാഗ്ദത്തത്തിന്റെ മുമ്പാകെ ഞാൻ നിങ്ങൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാക്കണം. സ്തോത്രം ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടി ഞാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ ചിലത് ചെയ്യുവാനായിട്ട് ഇടയായി തീരുമ്പോഴാണ് അതിനകത്ത് ദൈവത്തിന്റെ മഹത്വം ചലിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ഞങ്ങളെ കുടുംബജീവിതത്തിനകത്ത് തരുവാനായിട്ട് ഇടയായി തീർന്നു. ലോകം അസാധ്യമെന്ന് എഴുത്തള്ളിയപ്പോ നിങ്ങൾക്കിനി ഒരു തലമുറ ലഭിക്കത്തില്ലെന്ന് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചവര് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോ പ്രിയ ദൈവമക്കളെ, എവിടെ ഞങ്ങൾ ഒരു തലമുറ ഇല്ലാതെ ഭാരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു, നിന്ദിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു, പരിഹസിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു, അവിടെ ഒരു തലമുറയെ ഞങ്ങൾക്ക് തരുകയും ആ തലമുറയെ വളർത്തുവാനും ഇന്ന് ഈ സമയത്ത് ഞാൻ പറയുമ്പോ അവന്റെ സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ ഈ ദേശത്ത് തന്നെ പൂർത്തീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ഏത് വിഷയത്തിന് വേണ്ടി എവിടെ കരഞ്ഞുവോ നിന്ദിക്കപ്പെട്ടോ ആ വിഷയത്തിനകത്ത് നീ നിന്ദിക്കപ്പെട്ട അതേ ഇടത്ത് നിന്നെ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുപോയി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമല്ല. നീ ഏത് വിഷയത്തിനകത്ത് എവിടെയാണോ നിന്നെ അനുഭവിച്ചത്, എവിടെയാണ് നീ തകരുവാനായിട്ട് ഇടയായി തീർന്നത്, അവിടെ തന്നെ ഹല്ലേലൂയ നിന്റെ തകർച്ചയിൽ നിന്ന് പണിതെടുക്കുന്ന ദൈവം നിന്നെ ആ തകർന്ന അനുഭവത്തിൽ ദൈവം പറഞ്ഞു വിടുകയില്ല. നിന്റെ തകർച്ചയിൽ നിനക്കൊരു കിളിർപ്പ് തന്നുകൊണ്ട് നിന്റെ തളർച്ചയെ ദൈവം നിന്നെ പണിതുകൊണ്ട് നിന്നെ ദൈവം അവിടെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ തന്നു. വീണ്ടും ഞാൻ ഇവിടെ ഈ ദേശത്ത് കടന്നു വരുവാനായിട്ട് ഇടയെത്തുന്നു. അതിനിടയ്ക്കൊക്കെ ഒത്തിരി വേദനിക്കുന്ന അനുഭവങ്ങൾ കടന്നു വന്നു, പ്രശ്നങ്ങൾ കടന്നു വന്നു. അതൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിനുശേഷം ഹല്ലേലൂയ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് 2010 ആയി കഴിഞ്ഞപ്പോ വീണ്ടും ഞങ്ങൾക്ക് ഒരു തലമുറ കൂടി സ്വർഗത്തിലെ ദൈവം ഈ ദേശത്ത് ജന്മം കൊടുക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഒരു തലമുറയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ദൈവസേന കരഞ്ഞത്, ഒരു തലമുറയ്ക്ക് വേണ്ടിയാ ദൈവസേന പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്ന സ്തോത്രം 2 തലമുറകളെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മക്കളെ നൽകുന്ന അവകാശം ഉദരഫലം സ്വർഗീയ ദാനം എന്ന തിരുവചന പ്രകാരം ഹല്ലേലൂയ മച്ചി എന്ന് വിളിച്ചവൾക്ക് ഹല്ലേലൂയ 2 തലമുറകൾക്ക് ജന്മം കൊടുത്ത് മക്കളുടെ അമ്മയായി വസിക്കുമാറാക്കുന്ന സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിന്റെ പേരിനെ മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. പ്രിയ ദൈവമക്കൾ, അങ്ങനെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ഇതിനിടയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു, വേദനകൾ കടന്നു വന്നു. അവിടേക്കെയും കർത്താവിന്റെ കരം കൂടെ ഇരുന്നു. സ്തോത്രം. കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ട് ഒത്തിരി സമയങ്ങൾ ഇടയായി തീരുവാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് ജീവിതത്തിൽ കടന്നു വരുമ്പോ മൂത്ത കുഞ്ഞിന് 4.5 വയസ്സായി. അവന് സ്കൂളിൽ ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ സ്കൂളിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തിലാ പെട്ടെന്ന് ആക്സിഡന്റ് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. ആ ആക്സിഡന്റിനകത്ത് സ്തോത്രം ഞാൻ പലപ്പോഴും ലൈവിൽ പറയാറുണ്ട്, അതുകൊണ്ട് ഞാൻ ചുരുക്കമായി ഞാൻ പറഞ്ഞു പോകട്ടെ. സ്തോത്രം. അവിടെ വെച്ച് ഡോക്ടർമാർ എന്നോട് ഞങ്ങളോടത്ത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. വെറും 48 മണിക്കൂർ മാത്രം ഞങ്ങളുടെ കുഞ്ഞിനെ ഡോക്ടർമാർ വിധി എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ലോകപ്രകാരം വിധിയെ മാറ്റി എഴുതിക്കൊണ്ട് നീ കരയേണ്ട, ഇതിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന് എങ്ങനെ അവനെ ഞങ്ങൾ കരങ്ങളിലേക്ക് തന്നു അതുപോലെ തിരിച്ചു തരുമെന്ന് അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവം അതേ രീതിയിൽ ദൈവം ഞങ്ങൾക്ക് അവനെ തിരിച്ചു തരുവാനായിട്ട് ഇടയായി തീർന്നു. അവന് ബുദ്ധിക്ക് കംപ്ലൈന്റ് കാണും, ഓർമ്മ കാണത്തില്ല, സുബോധം കാണത്തില്ലെന്ന് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റുകളെ ദൈവം തിരുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12th എക്സാം പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു.
എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. പ്രിയ ദൈവത്തിലെ ചില കഷ്ടതയുടെ നടുവിൽ കൂടെ ദൈവം നിന്നെ കടത്തിവിടും. അവിടെ നിന്നെ തകർത്ത് കളയുവാനല്ല, അവിടെ നിന്നെ ഇല്ലായ്മ ചെയ്യുവാനല്ല. ഹല്ലേലൂയ. നിന്നിൽ കൂടി ഹല്ലേലൂയ ഒരു ദൈവിക മഹത്വത്തെ ദൈവം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി എത്രേ, നമ്മുടെ ദൈവം ആരാണെന്ന് ദൈവത്തിന് തെളിയിക്കുന്നതിന് വേണ്ടി എത്രേ, എന്റെ മഹത്വം ഞാൻ മറ്റാർക്കും കൊടുക്കേല എന്നറിയിച്ച ദൈവ ചില സാഹചര്യങ്ങളിൽ കൂടി ദൈവം നമ്മെ കടത്തി വിടുന്നത് നമ്മിൽ കൂടി ദൈവത്തിന്റെ നാമം ഉയർത്തുന്നതിന് വേണ്ടി എത്ര സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ജീവിതത്തിന്റെ മേഖലയിൽ കൂടി കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. വീണ്ടും ചില ദിവസങ്ങൾ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോ പ്രിയതേ മക്കൾ, വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് 2012 ആയി കഴിഞ്ഞപ്പോ, വീണ്ടും ഞങ്ങൾ 14 ആയപ്പോ വീണ്ടും ജീവിതത്തിനകത്ത് ഒരു ആക്സിഡന്റ് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. കുടുംബമായിട്ട് ഈ ലോകത്ത് നിന്ന് എല്ലാവരും മാറ്റപ്പെട്ടു എന്ന് സ്തോത്ര ലോകം പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. കാരണം വണ്ടി അത്രത്തോളം നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആ ആക്സിഡന്റ് കണ്ടവർ ആരും പറയത്തില്ല അതിനകത്തുള്ളവർ ജീവിച്ചിരിക്കുമെന്ന്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാര്യഘട്ടത്തിൽ പ്രിയ ദൈവമക്കളെ, പ്രാണന് ഹാനി വരുത്താത്തതായ സർവശക്തനായ ദൈവ നിങ്ങളുടെ 4 പേരുടെ ആയുസ്സിന് ഒരു കംപ്ലൈന്റ് വരുവാൻ ദൈവം ഇടയാക്കില്ല. നഷ്ടങ്ങൾ കടന്നു വന്നു, പ്രയാസങ്ങൾ കടന്നു വന്നു, വേദനകളൊക്കെയും കടന്നു വന്നെങ്കിലും അതിന്റെ നടുവിലും കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ ആഴമായിട്ട് തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയതേ മക്കൾ, ഇതിന്റെ മധ്യത്തിലൊക്കെ ഒത്തിരി വേദനകൾ ജീവിതത്തിൽ കടന്നു വന്നു. നമുക്ക് മറ്റുള്ളവരെ വിശ്വാസത്തെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവരെ നമുക്ക് വിശ്വാസത്തിൽ പറഞ്ഞ് നിർത്തുവാനായിട്ട് കഴിയും. ഭാരമില്ല, കർത്താവ് വിടുവിക്കുമെന്നൊക്കെ പറയുവാനായിട്ട് കഴിയും. പക്ഷേ ആ ഒരു പ്രശ്നത്തിന്റെ നടുവിൽ കൂടി ഞാനും നിങ്ങൾ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥമായ ആ വേദനകൾ, ആ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതൊരു വേദന തന്നെയാണ്. പക്ഷേ അതിന്റെ നടുവിലും സ്തോത്രം നാം തളർന്നു പോകാതിരിക്കേണ്ടതിനായി നമ്മെ താങ്ങുന്ന ഒരു കരമുണ്ട്, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കരമുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ആ ആക്സിഡന്റ് അകത്തുനിന്ന് കർത്താവ് ഞങ്ങളെ ഭദ്രമായിട്ട് ദൈവം ഞങ്ങളെ കാത്തു. സ്തോത്ര. കുഞ്ഞിന്റെ ജീവിതത്തിനകത്തൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അവനെ ദൈവം ആയുസോടും അവന്റെ കാലുകൾക്ക് ദൈവം ബലം കൊടുത്ത് ദൈവം അവനെ നിർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു ചോദിച്ചു ഞാൻ പലപ്പോഴും എന്റെ ടെസ്റ്റിമോനെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെട്ട ദിവസമായതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു പോകുന്നത്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞാനും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. കാരണം വണ്ടി അത്രത്തോളം ഇടിച്ചു കയറുവാനായിട്ട് ഇടയായി തീർന്നുകൊണ്ട് ഒരിക്കലും ആ വണ്ടിയിലുള്ള ആരൊക്കെ രക്ഷപ്പെട്ടാലോ ഞാൻ രക്ഷപ്പെടുകയില്ല എന്ന് തന്നെ ലോകം പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോഴോ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ജീവനോടെ സാക്ഷിയായി നിൽക്കുക എന്നത് ദൈവം മുന്നമേ പദ്ധതി ഒരുക്കിയിരുന്നത് കൊണ്ട്, ദൈവം എഴുതി വച്ചിരുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്ത ആർക്കും പ്രാണന് ഹാനി വരുവാൻ ദൈവം അനുവദിച്ചില്ല. എല്ലാരെയും ദൈവം ആയുസ്സോടും ആരോഗ്യത്തോടും ദൈവം കാക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മെ കുറിച്ച് പുസ്തകച്ചുരുളിൽ ദൈവം എഴുതി വച്ചിരുന്നത് നമ്മെ കൊണ്ട് നിറവേറ്റുന്ന, നമ്മിൽ കൂടി ചെയ്തെടുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരികയില്ല. പ്രിയതേ മക്കളെ, ചിലതൊക്കെ നമ്മൾ അനുഭവിക്കുവാൻ ദൈവം വച്ചിരിക്കുമ്പോ നാം അതിൽ കൂടി കടന്നു പോകുക എന്ന ദൈവത്തിന്റെ പദ്ധതി എത്രേ. അത് എത്ര മാറിപ്പോണമെന്ന് വിചാരിച്ചാലും നാം പ്രാർത്ഥിച്ചാലും ചിലത് മാറിപ്പോകല. കാരണം അതിനകത്തൊക്കെയും കർത്താവിന് ചിലത് നമ്മിൽ കൂടി ചെയ്യുവാനൊട്ടുണ്ട്. കർത്താവിന്റെ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടി ആയിരിക്കാം. സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നതിന് വേണ്ടിയായിരിക്കാം. സ്തോത്രം. ആ കഷ്ടതയുടെ മധ്യത്തിൽ കൂടെ നമ്മളെ യഥാർത്ഥമായി പാടുക കർത്താവ് ആഗ്രഹിക്കുന്ന, കർത്താവിന്റെ ഹൃദയപ്രകാരമായിട്ട് നമ്മെ ഓരോരുത്തരെയും പണിതെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും. സ്തോത്ര. ചിലതിൽ കൂടി കടത്തി വിടുന്നത്. സ്തോത്രം. അവിടെ നിന്നൊക്കെയും ജീവിതത്തിൽ കടന്നു വരുമ്പോ ഈ കഷ്ടതയുടെയും പ്രയാസത്തിന്റെ മധ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോ ലോകം കൂടെ നിന്നില്ല. സ്തോത്രം. കൂടെയുള്ളവർക്ക് ഒത്തിരി നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. സ്തോത്ര. ആക്സിഡന്റുകൾ പല പ്രാവശ്യമായി കടന്നു വന്ന് ഒരിക്കൽ ആക്സിഡന്റ് വന്നു. അങ്ങനെ ആക്സിഡന്റ് മാറി കഴിഞ്ഞ് അടുത്ത് അതിൽ നിന്ന് ഒന്ന് തല കയറുമ്പോ അടുത്തൊരു രോഗം അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഇങ്ങനെ അടിക്കടി ജീവിതത്തിൽ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും വേദനയുടെയൊക്കെയും മധ്യത്തിൽ കൂടി കടന്നു പോകുവാൻ ഇടയായി തീർന്നു. പക്ഷെ അവിടെ ഒന്നും തളർന്നു പോകുവാൻ ദൈവം ഇടയാക്കി തീർത്തില്ല. സ്തോത്രം. അങ്ങനെയൊക്കെയും ജീവിതത്തിൽ പലവിധ രോഗങ്ങൾ കടന്നു വന്നു, പലവിധ പ്രയാസങ്ങൾ കടന്നു വന്ന, പലവിധ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിനകത്ത് കടന്നു വന്ന്. സ്തോത്രം. ആശ്രയിപ്പാൻ ആരും ഇല്ലാതെ ഇരുന്നപ്പോഴും ഏക ആശ്രയമായിരിക്കുന്ന സർവശക്തി
സർവശക്തനായ ദൈവം ഞങ്ങളെ റൂമിനകത്ത് പലപ്പോഴും ഇറങ്ങി വന്ന് ഞങ്ങളോട് ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പല പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിച്ചു പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ സ്തോത്രം. 4 പേരുടെ ഡെഡ് ബോഡി ഓരോന്നിൽ ആക്കി ഈ ദേശത്ത് നിന്ന് ഞങ്ങൾ പറിച്ചു കളയുമെന്ന് പറഞ്ഞ് ശത്രു വാദിച്ച ഇടങ്ങളില് ആയുസ്സോടും ആരോഗ്യത്തോടും സുഖത്തോടും ബലത്തോടും ദൈവം തമ്പുരാൻ കാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആളെണ്ണത്തിലും ഒന്ന് പോലും കുറയാതെ വണ്ണം, ഒന്നിനു പോലും കേടുവരാതെ വണ്ണം സ്തോത്ര സർവശക്തനായ ദൈവം ഞങ്ങൾ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. അവിടെ നിന്ന് ജീവിതത്തിലേക്ക് മുന്നോട്ട് കടന്നു പോകുമ്പോ ഈ ചൈന് പെട്ടെന്ന് അലർജി എന്ന് പറയുന്ന എന്തോ ഒരു സിംറ്റം കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കി നിൽക്കെ ശരീരം മുഴുവനും ഹല്ലേലൂയ വ്രണം വച്ചും പഴുത്ത് അങ്ങ് അഴിവിയതുപോലെ, യോബിന്റെ ശരീരത്തിൽ സൂചി കുത്താൻ ഇല്ലെന്ന് പറഞ്ഞതുപോലെ ശരീരമാസക്കാലവും തന്റെ ശരീരത്തിനകത്ത് മുറിവുകൾ പോലെ വ്രണങ്ങൾ കൊണ്ട് ചീഞ്ഞ് നാറുവാനായിട്ട് ഇടയായി തീർന്നു. ഡോക്ടർമാർക്ക് അറിയില്ല, എന്ത് അലർജി ആണെന്ന് അറിയത്തില്ല. ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നു, യാതൊരു സൗഖ്യവുമില്ല. ചുണ്ടിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അകത്തും പുറത്തുമല്ല പൂർണ്ണമായിട്ടും ശരീരത്തിൽ മുഴുവനും ഒരു ഭാഗം പോലും ഇല്ലാതെ ഈ വ്രണങ്ങൾ കൊണ്ട് ഇങ്ങനെ ചീഞ്ഞിങ്ങനെ പഴുത്തു ഒലിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നഴ്സുമാർ തന്നെ വളരെ ഇത് ഭയത്തോടെയൊക്കെയാണ് ഈ സ്തോത്രം ഇത് ക്ലീൻ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. ചുണ്ടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഇങ്ങനെ പൊട്ടി ഒഴിയുവാനായിട്ട് ഇടയെത്തുക. ഈ ഒരു അനുഭവത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് പ്രിയ ദൈവമക്കളെ സ്തോത്രം ജീവിതത്തിന്റെ വഴിത്തരയിൽ എന്തെന്നുള്ള ഒരു ചോദ്യം മുന്നിൽ കടന്നു വരുവാനായിട്ട് ഇടയെത്തുന്നു. ഒത്തിരി എന്റെ ജീവിതത്തിൽ ഞാൻ തകരപ്പെട്ട ഒരു സാഹചര്യമാണ്. കാരണം ഹല്ലേലൂയ നാട്ടിൽ നിന്നും പല വാക്കുകൾ, നിന്ദിക്കുന്ന വാക്കുകൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ മരണത്തെ മുഖാമുഖമായി കണ്ടു കിടക്കുന്ന ഇച്ചായൻ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കുഞ്ഞുങ്ങൾ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഞാൻ നിസ്സഹായതയോടെ നടുവിൽ നിൽക്കുന്നുണ്ട്. ഇവരെ എങ്ങനെയും നാട്ടിലെത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് പോലും ഇടാൻ പറ്റാത്ത ഒരു അനുഭവം. വെറും ഒരു തുണി ദേഹത്ത് ഇങ്ങനെ ഇട്ട് അവിടെ ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുന്നു. കാരണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആരും ഭയപ്പെടും. ആ ഒരു രീതിയിൽ ആള് വികൃതമായിട്ട് ഇരിക്കുന്ന ഒരു അനുഭവമാണ് സ്തോത്രം. എന്നാ പ്രിയ ദൈവമക്കളെ അവിടെ പറയട്ടെ, ഇപ്പോൾ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നും ഞാൻ എങ്ങനെ ആ സാഹചര്യത്തിൽ നിന്നെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ദൈവം ചിലത് അനുവദിച്ച് തന്നിരുമ്പോ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. നമ്മളെ ഒറ്റയ്ക്കാണെങ്കിലും നമ്മെ അവിടെ കർത്താവ് ധൈര്യപ്പെടുത്തും. സ്തോത്രം. കാരണം ചിലതിനകത്തൂടെ കടത്തി വിടുന്നത് ദൈവത്തിനൊരു വലിയ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം. ആരുടെയും ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാല്ല. നാട്ടിൽ നിന്ന് ഫോൺ കോൾ വരുമ്പോൾ മറുപടി പറയാനില്ല. കാരണം എന്താ സംഭവിക്കുന്നത്, അടുത്ത നിമിഷം എന്താ സംഭവിക്കും, നാട്ടിൽ കൊണ്ടു ചെല്ലാനായിട്ട് അവർ പറയും, ഇവിടെ ഇട്ട് കൊന്നു കളയാതെ നാട്ടിൽ കൊണ്ടെത്തിക്കേ എന്നുള്ള വാക്കുകൾ എന്നെ തളർത്തിയ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അതിനകത്ത് പലരും നിന്ദിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഇവിടെ വെച്ച് കൊന്നു കളയുവാനാ, നശിപ്പിച്ച് കളയാനാ അവനെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുവാനായിട്ട് ഇടയെത്തുന്നു. എന്റെ കർത്താവിനോട് ഒറ്റ വാക്യം ഞാൻ ദേവസ്ഥനിൽ ആ ഒരു ടൈമിൽ ഞാൻ പ്രാർത്ഥിച്ചോളൂ. ഹോസ്പിറ്റലായിരിക്കാം, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഹല്ലേലൂയ എളിയമാന്റെ അടുക്ക ഞാൻ ഇരിക്കുക. സ്തോത്രം. കാരണം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്നെ വിട്ട് അവരൊന്നും ചെയ്യിപ്പിക്കത്തില്ല. കാരണം നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ശരീരം കിടക്കുന്നത്. നേഴ്സുമാർ തന്നെ വന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും, മണിക്കൂറുകൾ ഇടവിട്ട്. സ്തോത്രം. ഞാൻ എന്റെ കർത്താവിനോട് ഇപ്രകാരം ഒറ്റ വാക്യം പ്രാർത്ഥിച്ചു, കർത്താവേ ആയുസ്സും ആരോഗ്യം തരണം, ആയുസ്സോട് എനിക്ക് നാട്ടിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ചെല്ലണം. എന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ, എന്നെ തകർക്കുവാൻ അല്ലെങ്കിൽ പരിഹസിച്ച വേദനയുടെ മധ്യത്തിൽ, പറഞ്ഞവരുടെ മധ്യത്തിൽ എനിക്ക് കുടുംബമായിട്ട് ഇച്ചാനുമായിട്ട് കടന്നു പോകണം. ഇത്ര ഒറ്റ പ്രാർത്ഥന എന്റെ ആ ഹോസ്പിറ്റലിനകത്തുണ്ടായിരുന്നുള്ളൂ. പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഞങ്ങൾ പിന്നെ നാട്ടിൽ കടന്നു പോകുമ്പോൾ അതിന്റെ ഒരു പാട് പോലും ശേഷിക്കാതെ വണ്ണം എന്റെ സ്വർഗത്തിലെ ദൈവം വിടുതൽ കൊടുത്തു. സ്തോത്രം. കഷ്ടതയാകുന്ന തീച്ചൂളയിൽ നിന്നെ ഒറ്റയ്ക്ക് ദൈവം ചിലപ്പോൾ കടത്തി വിട്ടെന്നിരിക്കാം. സ്തോത്രം. പക്ഷെ ഞാൻ പറയട്ടെ, അവിടെ നിന്നെ താങ്ങുന്ന ഒരു കാരൻ കാണും. ഹല്ലേലൂയ. നിന്നെ പരിപാലിക്കുന്ന ഒരു കാരൻ കാണും. സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, ചില കഷ്ടതകളുടെ നടുവിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്, ചില രോഗത്തിന്റെ മധ്യത്തിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്. ആർക്കുമില്ലാത്ത ചില കഷ്ടതകൾ കാണുമായിരിക്കാം. ഒന്നിനു പിറകെ ഒന്നായി കഷ്ടതകൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. ലോകം കൂടെ നിൽക്കുന്നില്ലായിരിക്കാം. കൂടെ നിൽക്കേണ്ടവരും കൂടെ താങ്ങാൻ നിൽക്കേണ്ടവരും നിന്നെ
നിനക്കെതിരെ അപവാദങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. നിന്നെ പണിയുന്ന ഒരു കരമുണ്ട്. നിന്നെ അതിന്റെ മധ്യത്തെ തളർന്നു പോകാതെ നിന്നെ താങ്ങുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, ആ ഒരു അനുഭവത്തിൽ നിന്ന് ദൈവത്തിന്റെ ഒരു അത്ഭുതം എന്നതുപോലെ സ്തോത്രം കർത്തവിച്ചാന് വിടിവിക്കുവാനായിട്ടിടയെ തുറന്നു. ഒത്തിരി വേദനിച്ചു, ഭവനത്തിൽ കടന്നു വന്നുവെങ്കിൽ പച്ച ബ്ലഡ് ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പൊട്ടി വരുവാനായിട്ടിടയായി തീരും സ്തോത്ര. പക്ഷേ ദൈവസന് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു സ്തോത്ര. വൈദ്യശാസ്ത്രം അസാധ്യമെന്ന് പറഞ്ഞപ്പോ മെഡിക്കൽ റിപ്പോർട്ട് ഇനി ഞങ്ങൾക്ക് ഇതിനകത്ത് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞ് കുറെ മെഡിസിനും എഴുതി തന്ന് ഞങ്ങൾ ഭവനത്തിനകത്ത് വിട്ടു കഴിഞ്ഞപ്പോ ഞാൻ പറയട്ടെ പ്രിയ മക്കളെ, കണ്ണുനീർ കൊണ്ട് വ്രണത്തെ ഉണക്കുന്നതായ ദൈവം, കണ്ണുനീർ കൊണ്ട് മുറിവുകളെ മാറ്റുന്നതായ ദൈവം, സ്തോത്രിച്ച അതിന്റെ ശരീരത്തിൽ വന്നതായ ആ ഓരോ വ്രണത്തെ ദൈവം ഉണക്കുവാനായിട്ടിടയായി തീർന്നു. പൂർണ്ണ ആരോഗ്യത്തെ ദൈവം മടക്കി തരുവാനായിട്ടിടയായി തീർന്നു. അടുത്ത വെക്കേഷന് നാട്ടിൽ കടന്നു പോയപ്പോ ഇങ്ങനെ ശരീരത്തിൽ ഒരു രോഗമില്ല എന്ന് പറയത്തക്ക രീതിയിൽ കർത്താവ് അവിടെ എത്തിക്കുവാനായിട്ടിടയായി തീർന്നു. നിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവസനിൽ എന്ത് നിലവിളിക്കുന്നുവോ സ്തോത്രം, അതിനെ കണ്ട് നിലവിളി കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്നെ മറ്റുള്ള മുമ്പിൽ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ ഞാൻ പറയട്ടെ, നിന്റെ ദൈവം വിളിച്ചിറക്കിയെങ്കിൽ സ്തോത്ര, ചിലതിനകത്തൂടെ ദൈവം നിന്നെ കടത്തിവിടും. പക്ഷേ അവിടെയൊക്കെയും നിന്നെ താങ്ങുന്ന, നിന്നെ ആരും ആശ്വസിപ്പിക്കാനിട്ടില്ലാതിരിക്കുമ്പോ നിന്നെ പൊതിയുന്ന ഒരു കരമുണ്ട്, നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട് സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ ജീവിതത്തിന്റെ മേഖലയിൽ കഴിഞ്ഞ 23 വർഷം നോക്കാമെങ്കിൽ സ്തോത്രം, ജീവിതത്തിനകത്ത് ഒത്തിരി വേദനകൾ കടന്നു വന്നു, പ്രയാസങ്ങൾ കടന്നു വന്നു, ഭാരങ്ങൾ കടന്നു വന്നു, മരണത്തെ മുഖാമുഖമായി കണ്ട സന്ദർഭങ്ങളുണ്ട്. പക്ഷെ അതിന്റെ നടുവിലൊക്കെയും സ്തോത്ര ഹല്ലേലൂയ കർത്താവ് ഞങ്ങൾ ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും നിർത്തുവാനായിട്ടിടയെത്തുന്നു. അസാധ്യമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് എഴുതി തള്ളിയ ഇടത്ത് അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന സർവശക്തനായ ദൈവം കൂടെ ഇരിക്കുവാനായിട്ടിടയെത്തുന്നു. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നിമിഷം വരെ നോക്കാമെങ്കിൽ ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വന്നു. പക്ഷേ ഇന്ന് എനിക്ക് ധൈര്യത്തോടെ പറയുവാനായിട്ട് കാര്യം, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ കഷ്ടതയ്ക്കകത്തും സ്തോത്രം എന്റെ കർത്താവിന്റെ സ്നേഹത്തെ എനിക്ക് ആഴമായിട്ട് തിരിച്ചറിയുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഓരോ കഷ്ടത കടന്നു വരുമ്പോ സ്തോത്രം അതിന് തൊട്ടുമ്പായിട്ട് ആ ക്രൂശിലെ ആഴമേറിയ ദൈവത്തിന്റെ സ്നേഹത്തെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരാറുണ്ട് സ്തോത്രം. ആ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോ എനിക്ക് മനസ്സിലാവും ഏതോ ഒരു അനുഭവത്തിൽ കൂടി ഞാൻ കടന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അവിടെ എന്നെ കർത്താവ് ബലപ്പെടുത്തുവാനായിട്ട് ഞങ്ങളുടെ കുടുംബമായിട്ട് സ്തോത്രം തകർന്നു പോകുവാനായിട്ട് ഒത്തിരി സാഹചര്യങ്ങൾ കടന്നു വന്നു. പ്രിയ ദൈവമക്കളെ, തകർത്ത് കളയുവാനായിട്ട്, ഈ ജോലിയിൽ നിന്ന് പറിച്ചു കളയുവാനായിട്ടൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വന്നു. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് ദൈവം ഞങ്ങൾ ഇവിടെ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഈ നിമിഷം വരെ നോക്കിക്കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയ എങ്ങനെ കടന്നു വന്നു, ഈ നിമിഷം വരെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട് സ്തോത്ര. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. അതേ ഞങ്ങളെ കുറിച്ച് കർത്താവ് ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിച്ച രീതിയിലേക്ക് കർത്താവ് ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ പൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്ര. ഹല്ലേലൂയ. ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുമ്പോ നിരാശപ്പെട്ടു പോകണ്ട, അധൈര്യപ്പെട്ടു പോകണ്ട. സഹായനായിട്ട് ദൈവം നമ്മുടെ കൂടെ ഇരിക്കും സ്തോത്രം. നമ്മൾ നോക്കും നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ ആരെങ്കിലും നമ്മെ സഹായിപ്പാനായിട്ടുണ്ടോ, ആരെങ്കിലും നമ്മെ ആശ്വസിപ്പാനായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സന്തോഷത്തോടെ സമാധാനത്തോടൊക്കെ ആയിരിക്കുമ്പോ, നമ്മുടെ കരത്തിൽ എല്ലാം ഉണ്ടായിരിക്കുമ്പോ എല്ലാവരും നമ്മുടെ കൂടെ കാണും. പക്ഷേ ഒരു കഷ്ടത കടന്നു വരുമ്പോ ആരും നമ്മുടെ കൂടെ കാണുകയില്ല. പക്ഷേ അവിടെയും കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട് സ്തോത്ര. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുവാനായിട്ടിടയെത്തിരും. ഏകനായിട്ട് നമ്മെ വിടാത്തൊരു സർവശക്തനായ ദൈവമുണ്ട്. നീ വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വരും, നദികളിൽ കൂടി കടക്കേണ്ടി വരും, തീ നിന്റെ ജീവിതത്തിൽ കടന്നു വരും, അഗ്നിജോലം നിന്റെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ അതിലൊന്നും നിന്നെ തകർത്തു പോകുവാൻ ഇല്ലെങ്കിൽ ഇല്ലായ്മയായി പോകുവാനായിട്ട് ദൈവം അനുവദിക്കില്ല. കഷ്ടതകൾ കടന്നു വരുമ്പോ, പ്രയാസം കടന്നു വരും, ലോകം പറയും ഈ കഷ്ടത കൊണ്ട് തീരും, ഈ കഷ്ടത കൊണ്ട് ഇല്ലായ്മയായി തീരും എന്ന് പറയും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ കഷ്ടതയ്ക്കകത്ത് സ്തോത്രം തീർത്ത് കളയാത്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മെ പണിതെടുക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷത്തോടെ എനിക്ക് പറയുവാനായിട്ട് കഴിയും. എന്റെ ജീവിതത്തിൽ ഓരോ കഷ്ടതയുടെ മധ്യത്തിലും എന്റെ കർത്താവപ്പച്ചൻ എനിക്ക് വാസ്തവമായിട്ട് രുചിക്കുവാനായിട്ട് തീർന്നു. യഹോവ നല്ലവൻ,
നല്ലവനെന്ന് രുചിച്ചറിവിൻ. ഹല്ലേലൂയ. രുചിച്ചറിഞ്ഞ ഒരാളിന് മാത്രമേ ദൈവം ആരാണെന്ന് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രിയ ദൈവമക്കളെ, നീ നിലവിളിക്കുമ്പോൾ, നീ കരയുമ്പോൾ, നിന്റെ ഹൃദയം ഒന്ന് നൊമ്പരപ്പെടുമ്പോൾ, നിന്റെ മനസ്സിനകത്തൊരു ചെറിയ വേദന ഉണ്ടാക്കുമ്പോഴും, നിന്റെ ഹൃദയത്തിനകത്തൊരു ചഞ്ചലിപ്പ് കടന്നു വരുമ്പോഴും അറിയുന്ന ഒരു കർത്താവ് കൂടെയുള്ളത്. സ്തോത്രം. ആ കർത്താവ് നിന്നെ കൈവിട്ട് കളയില്ല. ആ കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആരൊക്കെ നിന്നെ കൈവിട്ട് കളഞ്ഞാലും സ്തോത്രം. ഞാൻ മറ്റൊരാളുടെ അനുഭവത്തിൽ നിന്നല്ല പറയും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 23 വർഷം ഹല്ലേലൂയ എന്റെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള കാര്യമായി ഞാൻ പറയുന്നതൊന്നുമല്ല. എന്റെ ജീവിതത്തിൽ വളരെയധികം വിഷയങ്ങൾ പറയാനായിട്ടുണ്ട്. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ പറയാനായിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ ഞാൻ ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ മാത്രമാണ് ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാൻ പറഞ്ഞത്. പ്രിയ ദൈവമക്കളെ, ഞാൻ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം അനുവദിക്കാതെ, ദൈവം അറിയാതെ ഒന്നും തന്നെ കടന്നു വരികയില്ല. ചിലതൊക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് വ്യക്തമായിട്ട് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ദൈവത്തിന് ചില ഹല്ലേലൂയ നമ്മെക്കുറിച്ച് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. സ്തോത്രം. നാം അത് തിരിച്ചറിയണം. ആദ്യമൊന്നും നമുക്കത് മനസ്സിലാവില്ല. എന്തുകൊണ്ട് കർത്താവേ എന്റെ ജീവിതത്തിനകത്ത് ഒന്നിനു പിറകെ ഒന്നായി കഷ്ടത എന്ന് നമ്മൾ ചോദിച്ചു നിലവിളിച്ചു പോകും. പക്ഷേ നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുക കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തോ ഒന്നുണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടിയാ കർത്താവ് നമ്മെ ഇതിനകത്തൂടെ കടത്തിവിടുന്നത് എന്ന്. സ്തോത്രം. പ്രിയ മക്കളെ, കഷ്ടതയുടെ മധ്യത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത്? ഭാരപ്പെടേണ്ട. സ്തോത്ര. പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഉടനെ മറുപടി ലഭിച്ചില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, വൈകിയാലും സ്തോത്രം മറുപടി തരുന്നൊരു ദൈവമുണ്ട്. കാരണം ദൈവത്തിന് ആ പ്രാർത്ഥനയുടെ മറുപടിക്കകത്ത് ഒരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് നമ്മുടെ ഇച്ഛകളല്ല സ്തോത്രം, ദൈവത്തിന്റെ ഇച്ഛകളിലേക്ക്, ദൈവത്തിന്റെ ആഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കപ്പെടുവാനായിട്ട് തയ്യാറാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. നമ്മെ ലജ്ജിപ്പിക്കാത്ത ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ, പ്രശ്നങ്ങൾ ദൈവം അനുവദിച്ചുകൊണ്ട് കടന്നു വരുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഓരോ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും ഞങ്ങൾ തളർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. ഞങ്ങൾ ഒരാൾ മനസ്സ് പതറിപ്പോകുമ്പോ മറ്റൊരാൾ ഞങ്ങളെ ബലപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ പരസ്പരം ഞങ്ങൾക്ക് ബലപ്പെട്ടു പോകുവാനായിട്ട് ദൈവം ഒത്തിരി ഇടയാക്കി തീർത്തു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭാരപ്പെടുന്ന സാഹചര്യങ്ങളിൽ കടന്നു വരുമ്പോ ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്ത്? സ്തോത്രം. ദൈവത്തിന് ആ പ്രശ്നത്തിനകത്ത് ഞങ്ങളെ നിർത്തുവാൻ പദ്ധതി ഉള്ളത് കൊണ്ട്. സ്തോത്ര. പ്രിയ ദൈവമക്കളെ, ഈ രാത്രി പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മെ തളർത്ത് കളയാത്തൊരു സർവശക്തനായ ദൈവമുണ്ട്. പ്രശ്നങ്ങൾ കടന്നു വരും, പക്ഷേ നമ്മുടെ തലയ്ക്ക് മീതെ കവിയുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. എന്നേ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ട സാഹചര്യങ്ങൾ കടന്നു വന്നു. പക്ഷേ ഞങ്ങളുടെ ഉയർച്ചയിലും ഞങ്ങളുടെ താഴ്ചയിലും ഞങ്ങളുടെ വീഴ്ചയിലും ഞങ്ങളുടെ രോഗത്തിന്റെ മധ്യത്തിലും ഞങ്ങൾ അറിയാത്ത ഒരു കരം ഞങ്ങൾക്ക് കൂടെ ഉണ്ടായിരുന്നു. അത് കർത്താവായ യേശു കർത്താവിന്റെ കരമത്തെ. ആ കരം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ താങ്ങുവാനായിട്ട് ഇടയായി തീർന്നു, ഞങ്ങളെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു, ഞങ്ങളെ ശക്തീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ജീവനോടെ മധ്യത്തിൽ ഒരു ജീവന്റെ സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയൊക്കെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തെ ഏത് വിഷയങ്ങൾ അസാധ്യമായി കഴിഞ്ഞാലാ സാധ്യമാക്കി തീർക്കുന്ന അരിമരക്ഷകന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയെത്തിരാ. മെഡിക്കൽ റിപ്പോർട്ട് നോ എന്ന് പറയട്ടെ. സ്തോത്ര. കൂടെയുള്ളവർ ഇവരുടെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറയട്ടെ. പക്ഷെ അതിന്റെ നടുവിലും സ്തോത്രം നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു കരമുണ്ട്. ഇതാ ഹല്ലേലൂയ. ദൈവം പ്രസാദിക്കുന്നവർ എന്ന് പറയത്തക്ക രീതി സ്തോത്ര. കർത്താവ് കരം ചലിക്ക. നീ കണ്ണുനീരോടെ വിതയ്ക്കുന്നതിനെ ആർപ്പോടെ കൊയ്തെടുക്കുന്ന ഒരു സമയമുണ്ട്. പ്രിയ ദൈവമക്കളെ, ഒരു വിഷയം നിന്റെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നാല് ആ വിഷയം കൊണ്ട് അവിടെ തീരുകയില്ല. ഒരു ആർപ്പിന്റെ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അങ്ങനെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് കഴിഞ്ഞ 23 വർഷം നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം സർവശക്തനായ ദൈവം ഞങ്ങളുടെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം ഞങ്ങളെ പരിപാലിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മരുഭൂമിക്കകത്ത് കൊണ്ടുപോയി കൃത്യമായി സംസാരിക്കുന്നതായ ദൈവം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് എന്റെ അമ്മയുടെയും പപ്പയുടെയും ഏറ്റവും മകളായിട്ടാണ് ജനിച്ചു വന്നത്. പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ചിലപ്പോൾ ഈ ഒരു അനുഭവത്തിൽ കടന്നു വരികയില്ലെന്ന്. അതുകൊണ്ട് മരുഭൂമിക്കകത്ത് കർത്താവ് കൊണ്ടുവന്നു. മരുഭൂമിക്കകത്ത് ഏകാന്തയുടെ മധ്യത്തിൽ കർത്താവ് പണിയുവാൻ ഇടയായി തീർന്നു. കർത്താവ് സംസാരിക്കുവാൻ
വരുവാനായിട്ടിടയെത്തുന്നു. ചില ഒറ്റപ്പെടലുകൾ, ചിലയിടത്തുനിന്ന് ദൈവം നിന്നെ പറിച്ചു മറ്റൊരിടത്ത് കൊണ്ട് നിർത്തിയിട്ട് നിന്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെ വേണം. ഹല്ലേലൂയ. ദൈവത്തിന് നിന്റെ കുടുംബജീവിതത്തെ കുറിച്ച് വലിയൊരു ഉദ്ദേശമുണ്ട്. നീ അവിടെ തളർന്നു പോകണ്ട. ആ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്ക. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവ് നിന്നെ പണിയുവാനായിട്ടിടയായിത്തീരാ. ഞങ്ങൾ ഒന്നും ആയിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. സ്തോത്ര ഹല്ലേലൂയ. പക്ഷെ ഓരോ ദിവസവും കർത്താവ് നമ്മെ പണിതുകൊണ്ടിരിക്കുക. സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ജീവിതയാത്രയെ താങ്ങായി കൂടെ ഇരുന്ന ദൈവത്തിന്റെ കരം ഞങ്ങളെ ബലപ്പെടുത്തി. ആ ദൈവത്തിന്റെ കരം ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ടിടയത്തിര. പ്രശ്നങ്ങളിൽ മധ്യ നീ തളർന്നു പോകരുതേ, ക്ഷീണിച്ചു പോകരുതേ. സ്തോത്രം. നിന്നെ ബലപ്പെടുത്തുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. അസാധ്യമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് എഴുതി തള്ളിയപ്പോഴ് ഇനി ഇവർ ജീവിച്ചിരിക്കല്ലേ, ഈ പ്രശ്നത്തിനകത്ത് ഇവർ തീർന്നു എന്ന് പറഞ്ഞപ്പോഴ് ഹല്ലേലൂയ സ്തോത്രം. നിരനിരയായി ഭവനത്തിന്റെ മുമ്പാകെ ഡെഡ് ബോഡിയുടെ ബോക്സുകൾ വയ്ക്കുമെന്ന് ലോകം നോക്കി നിന്നപ്പോഴും അവരുടെ കണ്ണുകൾ ഹല്ലേലൂയ കണ്ടത് ഞങ്ങൾ ജീവനുള്ളവരായി പുറത്തു വരുന്നത്രേ. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. സ്തോത്ര ഹല്ലേലൂയ. നിന്റെ ജീവൻ ആപത്ത് വരാതെ കാക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ പറഞ്ഞു നിർത്തുവാനായിട്ട് കഴിയും. പക്ഷേ ആ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയില്ല എങ്കിൽ നമുക്ക് നിൽക്കുവാൻ കഴിയില്ല. പക്ഷേ കഷ്ടതയുടെ മധ്യത്തിലും അതിനെ ദൈവം അനുവദിച്ചു തരുന്നത് കൊണ്ട് അതിന്റെ മധ്യത്തിൽ നമ്മുടെ മേൽ കൃപ ദൈവം പകരുവാനായിട്ട് ഇടയായി തീരാ. പത്രോസിനോട് പറഞ്ഞതുപോലെ എന്റെ കൃപ നിനക്ക് മതി. നമ്മുടെ ഓരോ കഷ്ടതയുടെ മധ്യത്തിനകത്തും ഞാൻ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തോന്നുമ്പോഴും, ചെങ്കടൽ നിൽക്കുമ്പോഴും അതിന്റെ മധ്യത്തിൽ വഴി തുറക്കുന്ന ദൈവം, പ്രശ്നങ്ങളുടെ നടുവിലും ഹല്ലേലൂയ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം ഇന്നും ചലിക്കുവാനായിട്ട് ഇടയായി തീരാ. അങ്ങനെ ആ കർത്താവിന്റെ കര ഞങ്ങളെ കഴിഞ്ഞ 23 വർഷക്കാലം കുടുംബമായിട്ട് ദേശത്ത് നിർത്തി നിന്നെയും പരിഹാസവും ദുഷിയും കേട്ടവരുടെ മധ്യത്തിൽ ആ ദേശത്ത് ഇത്രത്തോളം ദൈവം മാനിച്ച് ഉയർത്തിയതായ സർവശക്തനായ ദൈവം ഇന്ന് എവിടെ ഞാൻ നിന്ദിക്കപ്പെട്ടോ, എവിടെ ഞങ്ങൾ തകരുമെന്ന് പറഞ്ഞോ, അവിടെ നിന്നുകൊണ്ട് ജീവനുടെ മധ്യത്തിൽ ജീവന്റെ ദൈവത്തിന്റെ സാക്ഷി വിളിച്ചു പറയുക, എനിക്കും എന്റെ കുടുംബത്തിനും ആയുസ് തന്നതായ ദൈവം, നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ തകരുമെന്ന്, നിന്റെ ജീവിതം എവിടെ കൊണ്ട് തീരുമെന്ന് ലോകം വിധി എഴുതുന്നുവോ അവിടെ നിന്നെ ജീവനുള്ള സാക്ഷിയായി നിർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ചരിത്രങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ലോകം ഇട്ടതായ സ്തോത്ര ബൗണ്ടറികളെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ലോകം നിന്നെ അപവാദം പറയുമ്പോഴ്, ലോകം നിന്നെ തീർന്നു എന്ന് പറയുമ്പോഴ്, നിന്റെ ഭാവിയെ പുസ്തക ചുരുളിൽ എഴുതി വച്ചിരിക്കുന്ന, നിന്റെ തലമുറയെ കുറിച്ച് പുസ്തക ചുരുളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതിനെ ആർക്കും മായ്ക്കുവാനായിട്ട് കഴിയില്ല, അതിനാർക്കും തകർക്കുവാൻ കഴിയില്ല. പ്രിയ ദൈവ പൈതലേ, നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. സ്തോത്ര. ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയൊരു പ്ലാനിംഗ് ഉണ്ട്. ആ പ്ലാനിങ്ങിനകത്ത് നീ ആയിരിക്കുമ്പോ പ്രശ്നങ്ങളുടെ നടുവിൽ നീ നിരാശപ്പെട്ടു പോകണ്ട. നിന്റെ പ്രാർത്ഥന റൂമിനകത്ത് കയറ്, ദൈവസന്നി കണ്ണുനീരൊഴുക്ക. അപ്പ ഇതിനെ ജയിക്കുവാൻ ആവശ്യമായ ദൈവകൃപ നിന്റെ മേൽ പകരണമേ എന്ന് പറഞ്ഞ് ദൈവസന്നി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെക്ക് ദൈവത്തിന്റെ കൃപയെ ദൈവം നിന്റെ മേൽ പകരുവാനായിട്ടിടയത്തിര. അതിനകത്ത് നീ പൊന്നുപോലെ പുറത്തു വരും. ഹല്ലേലൂയ. ദുർഗന്ധം വമിക്കുമെന്ന് ലോകം വിധി എഴുതുമ്പോ ദുർഗന്ധങ്ങളെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയുമായിട്ട് ദൈവം നിങ്ങളെ പുറത്തെടുക്കുവാനായിട്ടിടയത്തിര. ചില ദുർഗന്ധങ്ങൾ ഈ പകൽക്കാല സ്വർഗത്തിലെ ദൈവം ചിലരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയാ. ഹല്ലേലൂയ. മാറ്റം വെച്ച അനുഭവമായിരിക്കാം. പക്ഷേ ഈ പൽക്കാലം പറയട്ടെ, ദുർഗന്ധങ്ങളെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ സുഗന്ധമായിരിക്കുന്ന ഹല്ലേലൂയ കർത്താവിന്റെ സ്തോത്ര ആ ശക്തിയുമായിട്ട് നിങ്ങൾ പുറത്തു വരുവാനായിട്ടിടയത്തിരും. ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയായിട്ട് ഹല്ലേലൂയ. ഓ രക്തത്താജയം എടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മെ താങ്ങുന്ന ഒരു കരമുണ്ട്, നമ്മെ സഹായിക്കുന്ന ഒരു കരമുണ്ട്, നമ്മുടെ മേൽ കൃപ പകരുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ നാളുകൾ എന്നെയും എന്റെ കുടുംബത്തെയും ജയത്തോടെ നടത്തിയ ദൈവം. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ പറയാനിട്ടുണ്ട്. ഞാൻ മിനിസ്ട്രിയുടെ ഭാഗത്തൊക്കെ ഈ കടന്നു വന്നത് സ്തോത്രം. പ്രിയതേ മക്കളെ ഹല്ലേലൂയ. പക്ഷെ എന്റെ സമയത്തിന്റെ ടൈമിന്റെ ഇതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുവാൻ, കർത്താവ് ചെയ്ത വിധങ്ങളെ പറയുവാനൊക്കെ ദൈവം എന്റെ ജീവിതത്തിൽ ഓപ്പർച്യൂണിറ്റി തന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ സ്തോത്രം. ചിലതിൽ കൂടി കടത്തി വിടുന്നത് സ്തോത്രം. ചിലതിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ. ഹല്ലേലൂയ. ചിലതിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി എത്ര സ്തോത്രം. ഇതുവരെ ഞങ്ങൾക്ക് തന്ന എല്ലാ സപ്പോർട്ട്
പാട്ടുകൾക്ക് ഞങ്ങൾക്ക് പ്രേയറിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തോത്ര എല്ലാ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ നന്ദി പറയുന്നു. ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്ര. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒന്നും ആയിട്ടില്ല. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് ഓരോ മേഖലയിൽ കൂടി ഞങ്ങളെ കടത്തി വിടുന്നുണ്ട്. സ്തോത്ര. അതിന്റെ നടുവിലൊക്കെയും കർത്താവ് എന്താഗ്രഹിക്കുന്നുവോ ആ കർത്താവിന്റെ സാക്ഷിയായിട്ട് അവസാന നിമിഷം വരെയും കുടുംബമായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ കരം താങ്ങായി നമ്മുടെ കൂടെയുണ്ട്. ആമേ. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. കർത്താവ് ഈ സാക്ഷ്യം ദൈവനാമ മഹത്വത്തിനും കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരട്ടപ്പ. തകർക്കുവാനല്ല, മുടിച്ചു കളയുവാനല്ല, പണിയുവാനത്ര ഓരോതി കൂടി കടത്തിവിടുന്നത്. ആ ഓരോതിന്റെ മധ്യത്തിലും ഞങ്ങളെ താങ്ങുന്ന ഒരു കാര്യം കൂടെയുള്ളതിനായി സ്തോത്രപ്പച്ച. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ കുടുംബമായി താങ്ങിയതായ ദൈവത്തിന്റെ കരം ഇന്ന് പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും വേദനയുടെയും മധ്യത്തിൽ കൂടി കടന്നു പോകുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കണം. അവരുടെ കണ്ണുനീരുകളെ ദൈവം തുടയ്ക്കണം. അസാധ്യമായ വിഷയങ്ങൾ സാധ്യമായി തീരുവാൻ ദൈവം എവിടെയാക്കണമേ. അവരുടെ രോഗക്കിടക്കകളെ ദൈവം മാറ്റി വിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പൽക്കാലം ആരെല്ലാം ഏതെല്ലാം വിഷയങ്ങളുടെ നടുവിൽ ഭാരത്തോട് പ്രയാസത്തോട് വേദനയോട് ആയിരിക്കുന്നുവോ അവർക്കൊക്കെയും കഴിഞ്ഞ നാളുകളിൽ അടിയനെ കുടുംബത്തെ വിടിവിച്ചതായ കർത്താവിന്റെ കരം അങ്ങ് വിടിവിക്കണമേ. ആരും തളർന്നു പോകരുതേ. അപ്പന്റെ ഹൃദയ പ്രകാരമുള്ളവരായിട്ട് അങ്ങ് ഇവരെ കുറിച്ച് പുസ്തക ചുരുളി എഴുതി വച്ചിരിക്കുന്നത് പോലെ ഓരോരുത്തരും പുറത്തു വരുവാൻ ദൈവം ഇടയാക്കണമേ. കർത്താവിന്റെ കരം കൂടെ ഇരുന്ന് അങ്ങ് അവരെ സഹായിക്കണം, ബലപ്പെടുത്തണം. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.